ഇന്ന് ഞാനിവിടെ ഉരുളക്കിഴങ്ങ് കൊണ്ട് നല്ലൊരു കറിയാണ് അത് തയ്യാറാക്കുന്നത്. സ്കൂളിൽ കൊടുത്തുവിടാൻ രാവിലെ ചപ്പാത്തിയുടെ കൂടെ സ്കൂളിൽ കൊടുത്തുവിടാൻ പറ്റിയ ഒരു കറിയാണ്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റും. അതുപോലെ തന്നെ അധികം ചേരുവകളൊന്നും ചേരാതെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം. അതിനായി ഞാനിവിടെ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുത്ത് അതൊന്ന് ഉടച്ച് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ചീനിച്ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തു. അതോടൊപ്പം തന്നെ കടുകും ചേർത്ത് ഇട്ട് പൊട്ടിച്ച് കൊടുത്തതിന് ശേഷം അല്പം സവാള ഉള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് നല്ലവണ്ണം വഴറ്റിയെടുക്കണം. വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതുകൂടി ഒന്ന് നല്ലവണ്ണം വഴറ്റിയെടുത്ത് അതിന് ശേഷം നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. കുട്ടികൾക്ക് കൊടുക്കുന്നതായതുകൊണ്ട് അധികം ചേർക്കേണ്ട. എരിവില്ലാത്ത മുളകാണെങ്കിൽ അതിനനുസരിച്ച്, എരിവുള്ള മുളകാണെങ്കിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ ഉപ്പ് ചേർത്ത് കൊടുത്തു. ഇനി ഇത് നല്ലവണ്ണം വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് മഞ്ഞൾ ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി മഞ്ഞളോട് ചേർത്ത് നല്ലവണ്ണം ഒന്ന് മൂപ്പിച്ച് അത് ഉള്ളിയൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഉടച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്താൽ മതി. വളരെ എളുപ്പത്തിൽ തന്നെ രാവിലെ കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് തയ്യാറാക്കാൻ പറ്റും. അതുപോലെ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ വളരെ ടേസ്റ്റാണ്. ഞാനിവിടെ ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് ഉടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇത് ചേർത്ത് നല്ലവണ്ണം ഒന്ന് ഇളക്കിയെടുക്കണം. ഇത്രയും മാത്രമേ ഉള്ളൂ. അധികം വലിയ പണിയൊന്നുമില്ല. പെട്ടെന്ന് തന്നെ രാവിലെ സമയമില്ലാത്ത സമയത്ത് പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കാൻ പറ്റും. കുട്ടികൾക്ക് ഇത് വളരെ ഇഷ്ടപ്പെടും. ചപ്പാത്തിയോട് കഴിക്കാൻ വളരെ ടേസ്റ്റാണ്. ഞാനിതിലേക്ക് കുറച്ച് അല്പം മാത്രം വെള്ളം, 1 സ്പൂൺ 2 സ്പൂൺ വെള്ളം മാത്രം ഒന്ന് ചേർത്ത് പിന്നെ ഇതൊന്ന് ഉടച്ചു എടുത്ത് ഇനി ഒന്ന് അടച്ച് വെച്ചിരുന്ന് വേവിക്കണം. വെന്തതാണ് അടച്ച് വെച്ച് മസാലയൊക്കെ അതിലൊന്ന് പിടിക്കാൻ വേണ്ടി മാത്രം. ഉരുളക്കിഴങ്ങിൽ 2 മിനിറ്റ്. ഇനി ഇത് നല്ലവണ്ണം ഇളക്കിയതിന് ശേഷം മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില ചേർത്ത് ഇളക്കുന്നത് നല്ലതാണ്. മല്ലിയില ചേർക്കുമ്പോൾ അത് കൂടുതൽ ടേസ്റ്റ് വരും. മല്ലിയില ഇല്ലാത്തവർക്കും കുഴപ്പമില്ല. മല്ലിയില ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചേർത്ത് കൊടുക്കുക. നല്ല ടേസ്റ്റാണ്. അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെ ചെറിയ ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. നിങ്ങളുടെ അഭിപ്രായം കൂടി അറിയിക്കുക. ഇനി ഇതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് കുട്ടികൾക്ക് ടിഫിൻ തയ്യാറാക്കാം. ഞാനിവിടെ ചപ്പാത്തിയാണ് രാവിലെ ഉണ്ടാക്കിയത്. ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനായിട്ട് ആണ് ഈ ഉരുളക്കിഴങ്ങിൻ്റെ ഈ കറി തയ്യാറാക്കിയത്. കറിയെന്ന് പറയാൻ പറ്റത്തില്ല. ഓക്കെ, ചപ്പാത്തി എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് തയ്യാറാക്കിയ ഉരുളക്കിഴങ്ങിൻ്റെ സബ്ജി, ഞങ്ങൾ സബ്ജി എന്ന് പറയും, അതുകൂടെ എടുത്തിട്ടുണ്ട്. വളരെ ടേസ്റ്റാണ് ചപ്പാത്തിയോട് കഴിക്കാൻ. തണുത്താലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റോടുകൂടി കഴിക്കാം. അപ്പം അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം.